പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പല ഫോട്ടോകളിലുള്ള ആളുകളെ നമുക്കെങ്ങനെ ഒരു ഫോട്ടോസിലോട്ട് കൊണ്ടുവരാമെന്നാണ് നോക്കുന്നത്. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ കുട്ടികളുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ ഫോട്ടോസ് പല ഫോട്ടോകളായിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് ഒറ്റ ഫോട്ടോസാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്, വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ളൊരു ഡെയിലി പിങ്ങുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോട്ടോ ലേസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തികച്ച് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഓൾറെഡി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസാണ് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഹൗ ടു യൂസ് ഹെൽപ്പ് ഫീഡ്ബാക്ക് എന്നൊക്കെ പറഞ്ഞൊരു കുറേ ഓപ്ഷൻ കാണിക്കും. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനല്ല. നിങ്ങളിവിടെ സെലക്ട് ഫോട്ടോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ എടുക്കാം. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണ്. ഫോട്ടോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ നിന്ന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇവിടെ സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫ്രീ സൈസിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാനാണെങ്കിൽ 9.16 എന്ന് പറയുന്ന ഈ ഒരു ഇതാണ് നല്ലത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എടുക്കരുത്. നിങ്ങൾ ഇത് 9.16 എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഫോട്ടോകൾ ആഡ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു ഏറ്റവും മുകളിലായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് നമ്മളിപ്പോൾ ആഡ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോയിലോട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അടുത്തത് കയറ്റാൻ പറ്റും കേട്ടോ. വേറെ ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഉണ്ടെങ്കിലും ഒരു ഫോട്ടോയിലോട്ട് അടുത്ത ആളെയും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഫോട്ടോ നിലവിലുള്ള ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോയിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ മുകളിൽ ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ഇതിനകത്ത് ഞാനിവിടെ മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് വേറെയാണല്ലോ വന്നേക്കുന്നത്. അതിന് നിങ്ങൾ ഈ ഫോട്ടോ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക ഫസ്റ്റിലെ. അതിനുശേഷം നിങ്ങൾക്ക് ഫോട്ടോ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് താഴെ കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിനകത്ത് കുറേ അധികം ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് കളർ ചെയ്യാനുള്ളത്, ഫിറ്റ് ചെയ്യാനുള്ളതുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഷാഡോ ചെയ്യാനുള്ളതുണ്ട്, റിമൂവ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. ഞാനിവിടെ കട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാനുള്ളതും ഒക്കെ ഉണ്ട്. നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും നല്ലത് ഇവിടെ AI ആട്ടോ എന്ന് പറയുന്ന ആദ്യം നമുക്ക് കാണാം. അത് AI തന്നെ ഓട്ടോമാറ്റിക്കലി കട്ട് ആക്കി തരും. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നമുക്കിവിടെ മാനുവലായിട്ട് ഇവിടെ ചെയ്യാനുള്ള ഇവിടെ മാനുവൽ ടൂളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും കളയാനുണ്ടെങ്കിൽ കളയാം. ഞാനിവിടെ ആട്ടോയിലെടുത്തിട്ട് മുകളിൽ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. അതിനുശേഷം ഡണ്ണ് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയോ കയറ്റുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനത് ഈ ഫോട്ടോ ഇവിടെ വെച്ചു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരാളെയും കൂടെ ആഡ് ചെയ്യാം. ഒരാളെയല്ല, നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. നിലവിലുള്ള ഫോട്ടോയിലോട്ട് ആഡ് ചെയ്യാം. അത് ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം. എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് അടുത്തത് മോഹൻലാലിൻ്റെ കൂടെ ഒരു കാര്യം ചെയ്യും, മമ്മൂട്ടിയുടെ കൂടെ മോഹൻലാലും കൂടെ നിൽക്കട്ടെ. മോഹൻലാലിനെ നമ്മൾ ഇതുപോലെ എടുത്തു. ഇവിടെ നിങ്ങൾക്ക് സൈസ് ഏതാണോ വേണ്ടത് സൈസ് ഇവിടെ സെലക്ട് ചെയ്യാം. ഫ്രീ സൈസിൽ അത് കിട്ടുകയാണെങ്കിൽ ഒന്ന് വലിച്ച് സ്ക്രോൾ ചെയ്ത് നമുക്ക് വലുതാക്കിയതിന് ശേഷം ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. ഈ ഫോട്ടോയുടെ അടുത്ത് കൊണ്ട് വെച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പ്ലേസ് ചെയ്യാം. അതിനുശേഷം മുകളിൽ ഏറ്റവും താഴെ കാണുന്ന കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഷാഡോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. കൂട്ടാനും കുറയ്ക്കാനും ഉള്ളതൊക്കെ ഉണ്ട്. കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ AI ആട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മോഹൻലാലിൻ്റെ ഇത് കട്ടായിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ കട്ടായി കിട്ടും കേട്ടോ. ഇത് നമുക്കിനി ഒരേ വലിപ്പത്തിൽ സ്ക്രോൾ ചെയ്ത് രണ്ടുപേർക്കും ഏകദേശം ഒരേ വലിപ്പം വരുന്ന രീതിയിലാക്കിയിട്ട് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്കിത് കളറുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാനകത്ത് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറോ ബാക്ക്ഗ്രൗണ്ട് പിക്ചറിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്ലറാക്കുകയോ കുറയ്ക്കുകയോ കൂട്ടുകയോ ലൈറ്റിങ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാം.
കണ്ടോ ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സേവ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇവിടെ HD ഈ ഒരു ഫോട്ടോ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഫിനിഷ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗാലറിയിലോട്ട് നിങ്ങൾക്ക് സേവ് ആകുന്നതായിരിക്കും. ഇനി നമുക്കിവിടെ എടുത്തിട്ട് ഞാനിനി ഒരു ഫോട്ടോ ഉള്ള ഫോട്ടോയ്ക്കകത്തോട്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതും വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിലവിൽ ഇത് നമുക്ക് ഉള്ള ഒരു ഫോട്ടോയാണ് ഇതെടുത്തേക്കുന്നത്. ഈ ഒരു ഫോട്ടോ നിലവിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു ഫോട്ടോ ആണല്ലോ. ഈ ഒരു ഫോട്ടോ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരാളെയും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ പഴയ രീതി നമ്മൾ അതുപോലെ തന്നെ ആഡ് ഫോട്ടോസ് എടുക്കുക. ആഡ് ഫോട്ടോസ് എടുത്തിട്ട് ഇവിടെ ഓക്കെ ഈ ഫോട്ടോ എടുക്കാം. ഞാൻ മമ്മൂട്ടിയുടെ ഈ ഒരു ഫോട്ടോ ആണ് എടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് മോൾഡ് ഡണ്ണ് കൊടുക്കാം. അതിനുശേഷം കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. അതിനുശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ഫോട്ടോ മാത്രം കട്ട് ചെയ്തെടുക്കാം. ഡണ്ണ് കൊടുക്കാം. ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് നിലവിലുള്ള ആ ഒരു ഫോട്ടോയ്ക്കകത്തോട്ട് ഇതുപോലെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഇത് നമുക്കിനി HD ക്വാളിറ്റിയിൽ ഈ ഒരു ഫോട്ടോ സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇൻസ്റ്റയിലോ ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ നടന്മാരെ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോ ഫാമിലി ആരെങ്കിലും വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് കളറിംഗ് ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കളർ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഫോട്ടോയെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഇവിടെ നമുക്ക് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോയുടെ കളറൊക്കെ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ